പ്രവീണ എന്ന് പറഞ്ഞ ആ ചേച്ചിക്കും അവരുടെ മകൾക്കും അവർക്കെങ്കിലും സമാധാനമായില്ലോ. ഇനി ആ ഒരാളിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല, ഫോട്ടോസും ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള സമാധാനം. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ജീവിക്കണം, സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ സിനിമാ നടിയാവണോ? ആത്മഹത്യ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നടി പ്രവീണയുടെ ഇഷ്യൂ നമ്മളെല്ലാവരും അറിഞ്ഞൊരു കേസാണ്. അതാണ് പ്രവീണയുടെ ഫോട്ടോസ് ഒരു വർഷത്തിനകത്ത് വെച്ച് കുറെ എണ്ണം മോർഫ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു. അവന്മാരെ ടക്കനെ തൂക്കി, അതും പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട് ടക്കനെ തൂക്കി. സുരേഷ് ഗോപി വഴിയാണ് സംഭവം നടന്നത്. എല്ലാവരും അറിഞ്ഞൊരു കേസാണ്. എന്തായാലും ആ ഒരു സ്പീഡ് അപ്പോൾ ആ ഒരു അത്രയും ഒരു ഉത്കണ്ഠാപൂർവ്വം ചെയ്ത കാര്യം എല്ലാ പെണ്ണുങ്ങളുടെ ലൈഫിലും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളുടെ ലൈഫിലും ആ സംഭവം ഉണ്ടാവണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞു. കാരണം ഇതുപോലെ ഒരുത്തനൊരു സംഭവം ചെയ്യുമ്പോൾ ടക്കനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഇതുപോലത്തെ സംഭവങ്ങൾ പിന്നെ നടക്കത്തില്ല. ഇത് ഈ ഉയർച്ചയിലിരിക്കുന്ന അല്ലെങ്കിൽ നല്ല പിടിപാടും പാർട്ടിപരമായും ആക്ട്രസും ഒക്കെ ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ജനങ്ങൾക്കും നമ്മുടെ ഇടയിലുള്ള നമ്മുടെ അമ്മമാരും പെങ്ങന്മാർക്കും ഒക്കെ ഇതുപോലത്തെ ഒരു ഇളവ് കിട്ടണം എന്നായിരുന്നു ഞാനും അന്ന് പറഞ്ഞിരുന്നത്. എല്ലാവർക്കും ഇപ്പം മതമോ ജാതിയോ അല്ലെങ്കിൽ നിറമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉയർച്ചയും താഴ്ചയും വലിയ പണമുള്ളവനും പണം ഇല്ലാത്തവനും എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഈ സംഭവം നടപ്പിലാക്കണമെന്നായിരുന്നു എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹെലനോസ് പാർട്ടയുടെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ഹെലൻ അതിൽ പറയുന്നത്, ഹെലനൊക്കെ അന്ന് ഇതുപോലെ ഹെലൻ്റെയൊക്കെ ഫോട്ടോ മോർഫ് ചെയ്ത് കൊടുത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയം എനിക്കറിയുന്നത്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഇവർക്കൊക്കെ മുമ്പ് ഈ നടി പ്രവീണയ്ക്കൊക്കെ മുമ്പേ സംഭവിച്ച കാര്യമാണ്. അവർ 10-12ഓളം പെൺകുട്ടികൾ ചേർന്ന് ആ ഒരു സംഭവമൊക്കെ സോൾവ് ചെയ്യാനൊക്കെ സ്റ്റേഷനിൽ പോയിട്ടും കേസ് കൊടുത്തിട്ടും ഇന്നേ വരെ തൂക്കിയിട്ടില്ല. അവനൊക്കെ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല, ഇവനൊക്കെ ഏവനാണെന്ന് പോലും അറിയത്തില്ല. ആ ലെവലിൽ ഇന്നേ വരെ തൂക്കിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഞാനും ആലോചിച്ചു, ഹെലനെ ഈ ഒരു വീഡിയോ പ്രതികരിക്കുമ്പോൾ ഞാനും ആലോചിച്ചത് എന്താണ് ശരിയാണല്ലോ. ഇപ്പൊ പ്രവീണ ഒരു വർഷം മുമ്പുള്ള പ്രവീണയുടെ കേസ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയതും സ്പോട്ടിൽ ആളെ തൂക്കി. അപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആളെ തൂക്കാം അല്ലെ? സ്പോട്ടിൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ തൂക്കാം. പക്ഷെ അത് പണമുള്ളവനും പ്രശസ്തിയുള്ളവനും മാത്രമായി മാറുമ്പോഴാണ് നമുക്കിവിടുത്തെ നിയമത്തിലും കോടതിയിലൊന്നും വിശ്വാസം ഇല്ലാതാകുന്നത്. അത് സാധാരണക്കാരായ ജനങ്ങൾക്കും അത് വേണം. അപ്പൊ ഹെലൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതെ, അത് ശരി. അപ്പോൾ നമ്മുടെ സിനിമ സീരിയൽ രംഗത്ത് എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഫേസ് ആയിരുന്നു പ്രവീണ പറയുന്ന അവരുടേത്. അപ്പോൾ അവരുടെയും അവരുടെ മകളുടെയും പിക്ചേഴ്സ് മോർഫ് ചെയ്ത ഒരു ഇഷ്യൂസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഐ ഗാസ് ഒരു 1 year ആയി. അപ്പം അതിനും ഒരു 1 year മുന്നെയാണ് ഞങ്ങൾ ഒരു 16ഓളം പെൺകുട്ടികൾ ചേർന്നിട്ട് സ്ത്രീകൾ ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മോർഫിങ് എന്ന് പറഞ്ഞാൽ അത് വളരെ 1ഉം 2ഉം അല്ല, 100ലധികം ഫോട്ടോസ് മോർഫ് ചെയ്ത ഒരു സാധനം. അപ്പം അതിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. രശ്മിക മന്ദാനേന്റെയും ഇതുപോലുള്ള സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പല ഇടപെടലുകളും മൂലം സോൾവ് ആവുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രീ നരേന്ദ്രമോദി ജീനെ ഒന്ന് കാണാനുള്ള അല്ലെങ്കിൽ അയക്കാനുള്ള, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അവസരം ശ്രീ സുരേഷ് ഗോപി സർ ഉണ്ടാക്കി തരണം പ്ലീസ്. കാരണം ഞങ്ങൾക്കും ജീവിക്കണം, സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ സിനിമാ നടിയാവണോ? ആത്മഹത്യ ചെയ്യും. ഇവന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഈ ഒരു രീതിയിലാണ് ഹെലൻ പറയുന്നത്. പറഞ്ഞ കാര്യം പക്കയാണ്, കറക്റ്റാണ്. എന്താ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് ഇവിടെ ജീവിക്കേണ്ടേ? അവരൊന്നും പെണ്ണുങ്ങളല്ലേ? അപ്പൊ അവർക്കും ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ അവസരം നേടിക്കൊടുക്കണം. അതായത് അവരുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ പ്രശ്നം അവതരിപ്പിക്കാനും പരിഹാരം കണ്ടെത്താനുമുള്ള ഒരു ഇത് ഒരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഈ സീരിയൽ നടിമാർക്കും വലിയ പൊളിറ്റിക്സിലൊക്കെ ഇരിക്കുന്നവർക്ക് മാത്രമല്ലാണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്കും വേണം. അത് അല്ലെങ്കിൽ എല്ലാം പറഞ്ഞ പോലെ ഇനി സിനിമ നടിയാകണം, ഒരു സാധനമാണ് എനിക്കും ചോദിക്കാറുള്ളത്. സത്യം അതെന്താ? ഇപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ സ്പോട്ടിൽ തന്നെ തൂക്കാം. പക്ഷെ അവർ വിചാരിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ സത്യം. മനസ്സിലായ? ഇവനെയൊക്കെ സ്പോട്ടിൽ തൂക്കിയില്ല. ഈ പ്രവീണയുടെ കേസിൽ സ്പോട്ടിൽ അവന് തൂക്കിയെങ്കിൽ എന്തുകൊണ്ട് അതിനും ഒരു വർഷം മുന്നേ കൊടുത്ത ഹെലന്റെ കേസിൽ 10-16ഓളം പേര് ചേർന്ന് കൊടുത്ത കേസ് എന്തുകൊണ്ട് സ്പോട്ടിൽ തൂക്കാൻ പറ്റുന്നില്ല? സ്പോട്ടിൽ തൂക്കണ്ട, 2 ആഴ്ച കഴിഞ്ഞെങ്കിലും തൂക്കാൻ പറ്റിയില്ല. അപ്പൊ അത് ഭയങ്കര നെഗ്ഗല്ലേ. അത് ഇവിടെ നിയമം മറ്റൊരുത്തനൊരു നിയമം, പാവപ്പെട്ടവന് വേറൊരു നിയമം എന്നുള്ള രീതിയിൽ എനിക്കും ഫീൽ ചെയ്തായിരുന്നു. എന്തായാലും സുരേഷ് ഗോപി ഇതിലും കൂടി ഇടപെടണമെന്നാണ് എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എന്തായാലും ഹെലൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രവീണ എന്ന് പറഞ്ഞ ആ ചേച്ചിക്കും അവരുടെ മകൾക്കും അവർക്കെങ്കിലും സമാധാനമായില്ലോ. ഇനി ആ ഒരാളിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല, ഫോട്ടോസും ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള സമാധാനം. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം
രശ്മിക മന്ദാന ആളിന്റെ അങ്ങനെയാണ് മോർഫിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത അവരെയും പെട്ടെന്ന് തന്നെ ആരാണോ ചെയ്ത അവനെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ കേരളത്തിലുള്ള ആളല്ല അത് ചെയ്തേ തോന്നുന്നു. എവിടെയുള്ള ആളല്ല, കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ പുറത്താണെന്ന് ഏത് സംസ്ഥാനത്തിൽപ്പെട്ട ഏത് രാജ്യപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പിടിച്ചു എന്ന് അറിയുന്നത് വളരെ സന്തോഷം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളിപ്പം ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ? ഞങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ഒന്നും സ്ട്രെസ് അല്ലേ? അതിപ്പോ എങ്ങനെയാണ്? നമ്മൾ സിനിമയിൽ അഭിനയിക്കണോ, സീരിയലിൽ അഭിനയിക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ? എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളില്ല, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞങ്ങൾ ബാക്കി കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള 15ഓളം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും പാർട്ടിപരമായിട്ട് ഇടപെടണോ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂട്ടം ചേർന്നിട്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകണോ, സീരിയലിൽ ആരെങ്കിലും എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യും സിനിമയിൽ ഒരു സീരിയലിൽ അങ്ങനെ അത് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങളുടെ ഈ ഡെയിലി വരുന്ന ഈ മെൻഷനും ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയെങ്കിലും ഒന്ന് നിൽക്കട്ടെ. ഈ വീഡിയോ ചെയ്ത് ഞാൻ മടുത്ത് പണ്ടാറടങ്ങിയ ഒരു സാധനമാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ അന്ന് ഇത് കേട്ട് മടുത്തിട്ടുണ്ടാവും. സത്യം, ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പട്ടി കുഞ്ഞുപോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് നേരെ ഒരു നിയമ നടപടി വരുന്നില്ല, ഇനി ഒട്ടും വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്ന പോലെ ഈ അധികാരികൾ വേണമെങ്കിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വേണമെങ്കിൽ സൂപ്പറായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലേ? അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഈ പ്രവീണയുടെ കേസ്. സുരേഷ് ഗോപി സ്പോട്ടിൽ ഇടപെട്ടു, പ്രധാനമന്ത്രി ഇടപെട്ടു, സ്പോട്ടിൽ തൂക്കി. അപ്പൊ ഇത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കത്തില്ലേ? ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഇതിപ്പോ ഹെലന്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ മുമ്പേ 1 വർഷം മുന്നേ കൊടുത്താണ്. അതിനൊന്നും ഒരു അനക്കമില്ല. അതെന്തേടി, ഇവരൊന്നും പെണ്ണുങ്ങളല്ലേ? ഇവരൊന്നും പെണ്ണുങ്ങളല്ലേ? ഇവരെയൊന്നും മാനത്തിനും ഒന്നിനും ഒരു വിലയും നിലയൊന്നും ഇല്ലേ? ഇവർക്കൊന്നും ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തുള്ള തന്നെയല്ലേ ഇവരൊക്കെ. അല്ലാതെ വേറെ രാജ്യത്തൊന്നോ, വേറെ രാജ്യത്തൊന്നും ഇനിയിപ്പോ പെണ്ണുങ്ങളൊന്നും അവരെ നോക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമ്മുടെ രാജ്യത്തിലും ഉള്ളതല്ലേ. അപ്പൊ അതിലൊരു വേർതിരിവ് വേണോ? ആ ഒരു വേർതിരിവൊന്നും വേണ്ടല്ലോ. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആർക്കൊന്നും ചോദിക്കാനും പറയാനും ഇടപെടാനോ അതിനൊന്നും നേരെയാക്കണമെന്നൊന്നും ഇല്ലേ? ഇത് സുരേഷ് ഗോപി പ്രവീണയുടെ കേസിൽ ഇടപെട്ടതുപോലെ തന്നെ അദ്ദേഹം ഈ കേസിലും ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ അടുത്തോ ഏത് മന്ത്രിയുടെ അടുത്തോ എത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചിട്ട് അതിന് തക്കതായ കൊടുക്കുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ഇതിപ്പം ഹെലന്റെ ഒക്കെ കേസ് ഇവർക്ക് മുമ്പേ കിടക്കുന്ന കേസുകളാണ്. ഇതിലൊന്നും ഒരു ചോദിക്കാനും പറയാൻ ഒരു പട്ടി കുഞ്ഞുമില്ല, വേണ്ട പൂച്ച കുഞ്ഞോലും ഇല്ല. എന്താ ഇവരൊന്നും പെണ്ണുങ്ങളല്ലേ? ഇതാണ് അവസ്ഥ. അപ്പം പണമുള്ളവനും പ്രശസ്തി ഉള്ളവനും പേരുള്ളവനും വേറെ നിയമം, പാവപ്പെട്ടവനും ചോദിക്കാനും പറയാനും ഒരുത്തനും ഇല്ലാത്തവനും വേറൊരു നിയമം. അപ്പൊ 2 നിയമം അവിടെ. എങ്കിൽ 2 നിയമം പുസ്തകം വയ്ക്കണം. സ്പോട്ടിൽ അവിടെ തൂക്കാൻ കഴിഞ്ഞ് അതിന് 1 വർഷം മുമ്പുള്ള ആരും തൂക്കിയിട്ടില്ല. അപ്പൊ ഇതൊന്നും ചോദിക്കാൻ ഇതിനൊന്നും പ്രഷർ കൊടുക്കാനോ ഇവർക്ക് പൈസ ഇല്ലാത്തതുണ്ടോ, ഇവർക്ക് അത്രയും ഫെയിം ഇല്ലാത്തതുണ്ടോ, പൊളിറ്റിക്സിൽ പിടിയില്ലാത്തതുണ്ടോ ഒക്കെ ആയിരിക്കുമല്ലോ. ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ചുറ്റുമുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആസ് എ പൊളിറ്റീഷ്യൻ ചുറ്റുമുള്ളവരെ മാത്രമല്ല, മൊത്തം തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക, അതുപോലെ കേരളമെങ്കിലും മൊത്തം ഒന്ന് എടുക്കണം. മനസ്സിലായോ? നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കും കൂടി ഒന്ന് സഹകരിക്കണം. ഇതുപോലെ അവർക്കും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ചു കൊടുക്കണം. ഇവരൊക്കെ 10-16ഓളം പേര് കുറെ കാലം കൊണ്ട് നടക്കണം, ഒരു പരിഹാരവും ഇല്ല. സൈബറിൽ കൊണ്ട് കേസിട്ടാലും എവിടെ കൊണ്ട് കേസിട്ടാലും തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി കുഞ്ഞോലും ഇല്ല. അപ്പൊ ഇതിലൊക്കെ കൂടി നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് ഇടപെടുത്തി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തൂക്കും. അത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. മനസ്സിലായോ? ഈ പാർട്ടിക്കാർക്ക്, സുരേഷ് ഗോപി എന്ന വ്യക്തിക്കായാലും. പ്രവീണയുടെ കേസ് ഇങ്ങനെ സ്പോട്ടിൽ ഒന്ന് റെഡിയാക്കിയപ്പോൾ സുരേഷ് ഗോപി നല്ലൊരു പേരാവുന്നത്. അതുപോലെ ഇവര് ബാക്കിയുള്ള പെൺകുട്ടികളുടെ പേര് കിട്ടുന്ന കേസ് മാത്രം ഏറ്റെടുക്കല്ലേ, എല്ലാവരുടെ കേസും ഏറ്റെടുക്കണം. മനസ്സിലായോ? എല്ലാവർക്കും മാനമുണ്ട്, അവരുടെ മാനത്തിനും വിലയുണ്ട്. ബാക്കിയുള്ള പെൺകുട്ടികളും നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളും അമ്മമാരും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും മാനമുണ്ട്. എല്ലാവർക്കും ഒരേ മാനം തന്നെയാണ്. അല്ലാതെ പണമുള്ളവന് വേറൊരു മാനം, പൈസ ഇല്ലാത്തവന് വേറൊരു മാനം, പാവപ്പെട്ടവർക്ക് വേറൊരു മാനം, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാനത്തിന് വില കൽപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും ഉള്ള നാണവും മാനവും ഒന്ന് തന്നെയാണ്, സെയിമാണ്. അപ്പോൾ അവരുടെ നാണവും മാനവും വില ഉണ്ടെങ്കിൽ ഇവരുടെ നാണവും മാനത്തിനും വിലയുണ്ട്. മനസ്സിലായോ? അവർക്കും കുടുംബം കുട്ടികളുണ്ടെങ്കിൽ ഇവിടെയും കുടുംബവും കുട്ടികളുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടാണ്. അപ്പം പ്രവീണയുടെ കേസ് പരിഹരിച്ചതുപോലെ പറ്റുമെങ്കിൽ ഈ കേസും പ്രധാനമന്ത്രിയിലേക്ക് എത്തിക്കുക, പരിഹരിക്കുക. ഇതുപോലെ ഹെലന്റെ കേസ് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. എല്ലാം സ്പോട്ടിൽ പരിഹരിക്കുക. അത് പരിഹരിക്കാമെങ്കിൽ ഇതും പരിഹരിക്കുക എന്നല്ലേ ഉള്ളൂ. അതിനുള്ളത് ഇത് കൊണ്ടുവരണം ഇവിടെ. അല്ലാതെ ഒരു കേസ് പണമുള്ളവന്റെ കേസ് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു നിയമം ആയിരിക്കില്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ പറ്റുന്ന നിയമം ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് ഒരു ജനാധിപത്യ അന്നൊക്കെ പറയില്ല, ആ സംഭവമൊക്കെ ആവത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ട് ബൈ.